VT കുഞ്ഞുമുഹമ്മദിനെതിരായ തന്റെ പരാതി ജോലിസ്ഥലത്തെ അതിക്രമമായി കണക്കാക്കാത്തത് സിസ്റ്റത്തോടുള്ള വിശ്വാസം പോകാൻ കാരണമായെന്ന് ആശ ആച്ചി ജോസഫ്. അതിക്രമം നടത്തിയ ആളെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. മുഖ്യമന്ത്രിയെ സമീപിച്ചാലേ എന്തെങ്കിലും നടക്കൂ എന്നതാണ് സ്ഥിതി. സംവിധാനത്തിന്റെ മുഴുവൻ വീഴ്ചയിൽ മുഖ്യമന്ത്രിയെ മാത്രമായി കുറ്റപ്പെടുത്താനില്ല എന്നും ആശ ആച്ചി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. യഥാർത്ഥത്തിൽ വർക്ക് പ്ലേസ് ഹരാസ്മെന്റ് നേരിട്ട് ഒരാളോട് പെരുമാറുന്ന രീതിയിൽ പെരുമാറുന്നില്ല എന്നുള്ളത് എനിക്ക് കൺഫ്യൂഷനും അതായത് നമ്മൾ ആ സിസ്റ്റത്തോടുള്ള ഒരു വിശ്വാസക്കുറവ് അവിടെയാണ് വളരെ സീരിയസ് ആയിട്ട് തുടങ്ങിയത്. മുഖ്യമന്ത്രിക്ക് കത്തെഴുതി മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റത്തിൽ അത് വളരെ വീക്കായിട്ടുള്ള ഒരു സിസ്റ്റമാണ് ആ രീതിയിൽ നോക്കുമ്പോൾ. കാരണം മുഖ്യമന്ത്രിയെ തീരുമാനമെടുത്താൽ മാത്രമേ ഇതെല്ലാം നടക്കൂ എന്നുണ്ടെങ്കിൽ പിന്നെ മുഖ്യമന്ത്രിയുടെ പണി എന്തൊരു ഭീകരമായ അവസ്ഥയായിരിക്കും. അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് എനിക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല. കാരണം എന്തെങ്കിലും ആവശ്യമുള്ളവരെല്ലാം മുഖ്യമന്ത്രിയെ സമീപിക്കുക. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ എന്തിനായിരിക്കുന്നു? പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ ഇടപെട്ട് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ ഇപ്പോഴും സുഖമായി നടക്കുന്ന ഒരവസ്ഥ ഇവിടെയുണ്ട്. സൈഫുന്നിസ അലിയാർ വിവരങ്ങളുമായി ചേർന്നു. സൈഫുന്നിസ, ആശ ആച്ചിയെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത് നമ്മുടെ സിസ്റ്റമാണ്. സിസ്റ്റം എറർ എന്ന് പറയുകയാണ് അവർ. എന്തൊക്കെ കാര്യങ്ങളാണ്, ഗുരുതരമായ പരാമർശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, എന്തൊക്കെയാണ് ആശ ആച്ചി ന്യൂസ് മലയാളത്തോട് പങ്കുവച്ചത്? ശ്യാമിലി, പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ചലച്ചിത്ര പ്രവർത്തകയും അധ്യാപികയും അതിലുപരി IFFKയുടെ സെലക്ഷൻ കമ്മിറ്റി അംഗം, WCC പോലുള്ള സ്ത്രീകളുടെ ഒരു പ്രധാനപ്പെട്ട സിനിമാ മേഖലയിലെ സംഘടനയുടെ സ്ഥാപക അംഗവുമായ ആശ ആച്ചി ജോസഫിന് ഇങ്ങനെ ഒരു അതിക്രമം നേരിടുമ്പോൾ അതവർക്ക് എവിടെ പറയണം എന്നുള്ളതും എവിടെ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളതും ഒരു ആശയക്കുഴപ്പമായി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ പാകപ്പിഴകളുടെ തുടക്കം എന്ന് പറയുന്നത്. അതിനുശേഷം ഇവർ ഇത് മുഖ്യമന്ത്രിക്ക് കത്തായി അയക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് കത്തയച്ച ശേഷം 4 ദിവസം കഴിഞ്ഞ് 2 പോലീസ് ഉദ്യോഗസ്ഥർ വരുന്നു, വനിതാ പോലീസുകാർ വന്ന് മൊഴിയെടുക്കുന്നു. പക്ഷെ അതിനുശേഷവും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. പിന്നീട് മാധ്യമങ്ങളിൽ വാർത്ത വരുമ്പോൾ മാത്രമാണ് ഇത് കേസായി മാറുന്നത്. അതായത് എന്തെങ്കിലും നടക്കണമെങ്കിൽ മുഖ്യമന്ത്രിയെ സമീപിച്ച് കത്തയച്ചാൽ മാത്രമേ ഇങ്ങനെ ഒരു മൊഴിയെടുക്കൽ പോലും ഉണ്ടാകുന്നുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഉന്നയിക്കുന്നത്. പക്ഷേ മറ്റൊരു ഗുരുതരമായ പ്രശ്നം എന്ന് പറയുന്നത് തൊഴിലിടത്തിലെ പീഡനത്തെക്കുറിച്ച് നിരന്തരം ചർച്ച ചെയ്യുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് ആശ. ആ ആശയ്ക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു അതിക്രമം നേരിടുമ്പോൾ അത് തൊഴിലിടത്തിലെ പീഡനമായി കണക്കാക്കുന്നില്ല. ആ കണക്കാക്കാതെ വരുന്നിടത്തുനിന്നാണ് ഈ സിസ്റ്റത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു തുടങ്ങിയത് എന്നാണ് ആശ പറയുന്നത്. അതിനുശേഷം അത് FIR ഇടുന്നതിൽ വൈകുന്നു. അതിനുശേഷമുള്ള നടപടിക്രമങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പല കാര്യങ്ങളും അവർ എടുത്തു പറയുന്നുണ്ട്. അതിലൊന്ന് എന്ന് പറയുന്നത് ഈ സ്ഥലം കാണിച്ചു കൊടുക്കുവാനായി 5-6 പോലീസുകാർക്കൊപ്പം ഇവരെ കൊണ്ടുപോയി ഈ അതിക്രമം നടന്ന അതേ അന്തരീക്ഷത്തിൽ അതേ സ്ഥലത്ത് വീണ്ടും ഇവരെ കൊണ്ടുചെന്ന് നിർത്തുന്നു. അത് ഒരിക്കലും ഒരാളോട് ചെയ്യാൻ പാടില്ലാത്തതാണ്. ഒരു അതിജീവിതയോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി അവരൊരു പ്രതി എന്ന മട്ടിൽ കൊണ്ടുപോയി പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒപ്പം കൊണ്ടുപോയി സ്ഥലം കാണിച്ചു കൊടുക്കുന്നത്. അത് മറ്റു മാർഗങ്ങളും ഇത്രയും കാലം ആധുനികമായ രീതിയിൽ മാറ്റങ്ങളും സാങ്കേതിക വിദ്യയിലൊക്കെ മാറ്റം വന്ന സ്ഥിതിക്ക് അത്തരം രീതിയിലൊക്കെ അത് വേണമെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. പക്ഷേ ഈ സിസ്റ്റത്തിലൊക്കെ ഒരു മാറ്റം വരണം എന്നുള്ളൊരു ആവശ്യമാണ് ആശ പങ്കുവയ്ക്കുന്നത്. ഈ പബ്ലിക് പ്രോസിക്യൂട്ടറെ മാറ്റാൻ ആവശ്യപ്പെടുമോ അല്ലെങ്കിൽ ഇനി പുതിയൊരു പബ്ലിക് പ്രോസിക്യൂട്ടർ വേണമെന്ന് ആവശ്യപ്പെടുമോ എന്നുള്ള ചോദ്യത്തിന് പോലും ആശ പറയുന്നത് അത് വേണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് നമ്മളൊരു കത്തായി അയച്ച് മുഖ്യമന്ത്രി അത് പരിഗണിച്ച് അതിൽ തീരുമാനം വരണം. അതായത് എന്ത് കാര്യവും മുഖ്യമന്ത്രിക്ക് കത്തായി അയച്ച് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ട് അങ്ങനെ മാത്രം ഒരു സിസ്റ്റം എങ്ങനെ മുന്നോട്ട് പോകും? അത്രയും ജോലിഭാരം ഒരു മുഖ്യമന്ത്രിക്ക് മുകളിലേക്ക് മാത്രം അതിന് താഴെ വരുന്ന ആളുകൾ അല്ലെങ്കിൽ അതിനൊപ്പം പ്രവർത്തിക്കേണ്ട ആളുകളെല്ലാം തന്നെ മറ്റൊരു ജോലിയുമില്ലാതെ മുഖ്യമന്ത്രിയുടെ ആജ്ഞാനുവർത്തികളായി മാത്രം മാറുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്നാണ് ആശ പറയുന്നത്. എന്തായാലും ഈ പോരാട്ടം തുടരാൻ തന്നെയാണ് ആശ തീരുമാനിച്ചിരിക്കുന്നത്. സിസ്റ്റം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നീതി തനിക്ക് വേണം എന്നുള്ള ഒരു നിലപാടിലാണ് ആശ നിൽക്കുന്നത്. ശ്യാമിലി, അധികാര ശ്രേണിയിലെ ഇത്തരം പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോഴും അതിൽ പ്രധാനപ്പെട്ടതായി പറയുന്നത് ഈ VT കുഞ്ഞുമുഹമ്മദിനെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്താൻ പോലും തയ്യാറായില്ല എന്നും കൂടി പറയുന്നുണ്ടല്ലോ. തീർച്ചയായും അത് എടുത്തു പറയുന്നൊരു കാര്യം ജോലിസ്ഥലത്തെ അതിക്രമമായി സർക്കാർ ഇതിനെ അല്ലെങ്കിൽ സിസ്റ്റം ഇതിനെ കണക്കാക്കിയില്ല എന്നുള്ളതാണ്. ഇതൊരു പരാതിയായി പറയുമ്പോൾ ഏറ്റവും ആദ്യം ഒരു തൊഴിലിടത്തിൽ ഒരാൾക്കൊരു പീഡനം അനുഭവപ്പെട്ടു അല്ലെങ്കിൽ ഒരു ചൂഷണം അനുഭവപ്പെട്ടു അത് പറയുമ്പോൾ ആ ആരോപണ വിധേയനായ ആളെ മാറ്റി നിർത്തിക്കൊണ്ടൊരു അന്വേഷണവും ഇന്റേണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി അതിലൊരു പരിശോധനയും നടത്തേണ്ടതാണ്. പക്ഷേ അവിടെ ഇന്റേണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി ഇല്ല. ഒരു സർക്കാർ സംവിധാനമാണെങ്കിൽ പോലും അവിടെ അത് ഉണ്ടായിരുന്നില്ല. ഒപ്പം തന്നെ ഈ ആരോപണ വിധേയനെ മാറ്റി നിർത്താനുള്ള ഒരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അങ്ങനെ തനി
തനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ തൻ്റെ മാനസികമായ നില വീണ്ടും തെറ്റിക്കുന്ന രീതിയിലുള്ള നടപടികളാണ് ഓരോ ഘട്ടത്തിലും ഉണ്ടായത്. അത് ഓരോ കാര്യങ്ങളിലും വന്ന വീഴ്ചയിലും തനിക്കത് വലിയ മാനസികാഘാതമാണ് ഏൽപ്പിച്ചത് എന്നും ആശ ആച്ചി പറയുന്നുണ്ട്. ഇപ്പോഴും അവർ ഈ വിഷാദത്തിനടക്കമുള്ള മരുന്നുകൾ കഴിക്കുകയാണ് ഇങ്ങനെ ഒരു സംഭവത്തിന് ശേഷം. കാരണം ഇത്രയും കാലം കൊണ്ട് അവരുണ്ടാക്കിയെടുത്ത ഒരു അന്തസ്സ്, ആ അന്തസ്സിനെ ഹനിക്കുന്നതായിരുന്നു ഈ പി ടി കുഞ്ഞു മുഹമ്മദിന്റെ പ്രവൃത്തി. പക്ഷേ അതിനുശേഷവും സിസ്റ്റം തനിക്ക് നേരെ ഇത്തരം രീതിയിലുള്ള ഓരോ നിലപാടുകളും ഒപ്പം തന്നെ തൻ്റെ പരാതി കൃത്യമായി പരിഗണിക്കാതെ വരികക്കുന്നു, FIR ഇടാൻ വൈകുന്നു, അല്ലെങ്കിൽ ഈ ആരോപണ വിധേയനെ സംരക്ഷിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ സിസ്റ്റം തന്നെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് തനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നതെന്നാണ് ആശ ആച്ചി പറയുന്നത്. ശ്യാമിലി, ശരി, നിരാശ, നീതികേടൊക്കെ അനുഭവപ്പെട്ടു എന്ന് ആശ ആച്ചി സൈഫുന്നിസയോട് ഉള്ള സംഭാഷണത്തിൽ പറയുന്നു. ഇത് തന്നെയാണ് ഒരു പൊതുസമൂഹത്തിനും ഈ സിസ്റ്റത്തിൽ നിരാശയും നീതികേടൊക്കെ അനുഭവപ്പെടുന്ന ചില കാര്യങ്ങൾക്കുള്ള ഉദാഹരണം തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ. എന്തായാലും ഈ പ്രത്യേക അഭിമുഖം ആച്ചി പറയുന്നു നിരാശ, നീതികേട് ന്യൂസ് മലയാളത്തിൽ 1:45 ഇന്ന് കാണാവുന്നതാണ്.